മഞ്ഞപ്പൊടിയോ? ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉമ്മ ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കടച്ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും, പക്ഷേങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഉമ്മാർക്ക് ചില സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാവും, അതിനൊരു പ്രത്യേക രസമായിരിക്കും കേട്ടോ. അപ്പോൾ കടച്ചക്ക അടുപ്പത്തൊക്കെ വെച്ച് വറ്റിച്ച് കിട്ടോ. അപ്പോൾ ഉമ്മനോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതെന്താ കടച്ചക്ക? മഞ്ഞപ്പൊടിയോ, മുളക് പൊടിയോ, മല്ലിപ്പൊടിയോ, കുറച്ച് ആവശ്യത്തിന് ഉപ്പും അങ്ങനെ വേവിച്ചതാണ്. പിന്നെ ഇപ്പം വെന്തതിന് ശേഷം ചപ്പിടുകയാണ്. പിന്നെ കുറച്ച് കരിവേപ്പ് ഇടുക. ഇനി ഒന്ന് വറവിടണം അടുവിൽ. നിങ്ങളായിരുന്നു ഉണ്ടാക്കാൻ പഠിച്ചത് ഈ സംഭവം? പഠിച്ചത് എന്ന് പറഞ്ഞാൽ സ്വതവേ ഉണ്ടാക്കി നോക്കി തന്നെയാണ്, അല്ലാണ്ട് ആരും പഠിപ്പിച്ചു തന്നൊന്നുമല്ല. അല്ലാണ്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ തിന്നിട്ട്? ചെറുപ്പത്തിൽ തിന്നലുണ്ടായിരുന്നു, ഉമ്മ വെച്ച് തരലുണ്ടായിരുന്നു. ഇതിങ്ങനെ ആയിരുന്നു? അത് ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് കണ്ടു പഠിച്ചതാണ്, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമല്ല. ഇനി അടുത്ത പരിപാടി വറവിടുക. ഒന്നും പാകമില്ല. ഇനി നമ്മൾ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് വറവിടാൻ പോവാണ്. വെളിച്ചെണ്ണ ചൂടായിരിക്കുന്നു. ഓണാണ് ആട്ടോളി. ഇതാണ് ഇതൊരു ടേസ്റ്റ്. കഷ്ണം തിന്നു നോക്ക്, അറിയണത്. നല്ല ടേസ്റ്റുള്ള സാധനമാട്ടോ അത്. മായല്ല, മധുരല്ല, ഒന്നുമില്ല. ചക്കയും മാങ്ങയും ഒക്കെ പോലെ തന്നെ നല്ല സാധനമാണ്. പക്ഷേങ്കിൽ ഉണ്ടാക്കി ഞാനൊന്ന് ഒരു കഷ്ണം തിന്നു നോക്കിയിരുന്നെങ്കിലേ ഇതിൻ്റെ വിവരം അറിയൂ. കാണുമ്പോൾ ആർക്കും ഒന്നും തോന്നൂല. ഉണ്ടാക്കിയാൽ പിന്നെ കടിച്ചക്ക ഏതാ ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കും. അതാണ് ഇതിൻ്റെ മഹിമ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കി.